നാളെ പുലർച്ചയ്ക്കാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ട്രിവാൻഡ്രത്തേക്ക് എൻ്റെ ലഗേജ് മൊത്തമായിട്ട് പോകുന്നത്. പക്ഷേ അന്ന് ഞാൻ അവിടെ നിന്നിട്ടില്ല. കാരണം അന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിട്ടായിരുന്നു ട്രിവാൻഡ്രത്തേക്ക് പോയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ട്രിവാൻഡ്രത്തേക്കുള്ള വേറൊരു യാത്രയുടെ വിശേഷമാണ്. പക്ഷേ ഈ പ്രാവശ്യം പോയാൽ ഞാൻ അവിടെ നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഈ പ്രാവശ്യം കുറേ ലഗേജ് കൊണ്ടുപോകാനുണ്ട്. വലിയൊരു ട്രോളിയും ചെറിയൊരു ട്രോളിയുമാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു ബാക്ക് പാക്കും. വലിയ ട്രോളിയിൽ ഫുൾ മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഡ്രസ്സസാണ്. പാക്കിംഗ് ക്യൂബ്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെറ്റ് ഫുൾ ഞാൻ എൻ്റെ ഡ്രസ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ബാക്കി എന്നിട്ടും കുറച്ചുകൂടി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ പാക്കിംഗ് ക്യൂബ്സ് കഴിഞ്ഞു പോയി. അതൊക്കെ ഞാൻ അല്ലാതെ തന്നെ അതിൽ വെച്ചതാണ്. കാരണം ഒറ്റ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയില്ല, പണ്ടിപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ ബാക്കി അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളെല്ലാം കൂടി വെച്ച് ഞാൻ വലിയ ട്രോളി മോസ്റ്റ്ലി അങ്ങനെയാണ് ഫില്ല് ചെയ്തത്. ഞാൻ ഇതിന് മുന്നേ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒന്നുകൂടി പോകണമെന്ന്, അതായത് ഇപ്രാവശ്യം ജസ്റ്റ് ഒന്നുകൂടി പോകണമെന്നല്ല, എന്തായാലും ഇപ്രാവശ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കേരള സാരി എടുത്തു വെച്ചു. പിന്നെ ഞാനൊരു പുതിയ ബ്ലൗസ് അതിന് വേണ്ടിയിട്ട് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്തു വെച്ചു. കാരണം നമുക്ക് ആ ഒരു അമ്പലം ഞാൻ ഒരിക്കലേ പോയിട്ടുള്ളെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് പോയത് രാത്രിയായിരുന്നു. അപ്പം രാത്രി ആ അമ്പലത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഈ അമ്പലത്തിലും ചേർച്ചിലൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് തരുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഭയങ്കരമാണെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ മോസ്കിൽ പോയിട്ടില്ല, അങ്ങനെ പോകാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പോവാത്തത്. പിന്നെ ഓക്കെ, ബാക്കി പാക്കിങ്ങിലേക്ക് വരികയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് കവറൊക്കെ എടുത്ത് വെച്ചു, എന്തെങ്കിലുമൊക്കെ അവിടെ ആവശ്യമുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്. പിന്നെ എൻ്റെ സ്ട്രെയിറ്റ്നർ, പിന്നെ എൻ്റെ ബാക്കി കുറച്ച് ഡ്രസ്സുകൾ, കൊട, പിന്നെ ഒരു വിരി, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു പെട്ടി ഞാൻ ഫുള്ളാക്കിയത്. ചെറിയ ട്രോളിയിൽ മോസ്റ്റ്ലി ഉണ്ടായിരുന്ന എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ ചെരുപ്പ്, പിന്നെ എൻ്റെ ട്രൈപോഡ്, പിന്നെ അതോടൊപ്പം തന്നെ അല്ലാതെ അത്യാവശ്യമുള്ള കുറേ സാധനങ്ങൾ, അതായത് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് ന്യൂസ് പേപ്പർ. പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ. ഈ എജിയോയിൽ കാണുന്ന എൻ്റെ ഒരു ചെരുപ്പാട്ടോ ആ കവറിലുള്ളത്. അടുക്കളയിലേക്ക് കൊണ്ടുപോയതെന്ന് വെച്ചാൽ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് ആണ് ആട്ടയുടെ പേപ്പർ കേട്ടോ. കാരണം കനമുള്ളതൊക്കെ കൊണ്ടുപോയാൽ നല്ല വെയിറ്റ് കൂടും ചപ്പാത്തി പരത്തുന്ന സാധനം. പിന്നെ ഈ ഒരു ബൗൾ, ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വെയിറ്റ് ഇല്ലായിരുന്നു അധികം. പിന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ പൊട്ടുന്ന പ്ലേറ്റൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചാൽ സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തത്. എന്തായാലും കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടുന്ന് വാങ്ങും, എന്നാൽ പോലും ജസ്റ്റ് ഇവിടുന്ന് പറ്റുന്ന കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇത് എടുത്തത്. പിന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ്, പിന്നെ അതേപോലെ കരണ്ടി, സ്പൂണ്, എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ആട്ടോ എടുത്തത്. കാരണം റിസ്ക് എടുക്കണ്ടല്ലോ, പൊട്ടിയിട്ട് വെറുതെ നമ്മൾ വെടക്കാക്കണ്ടല്ലോ സാധനങ്ങൾ, അതുകൊണ്ട് എല്ലാം തന്നെ സ്റ്റീലിൻ്റെയാണ് എടുത്തത്. പിന്നെ ഈ വൈറ്റ് ബോക്സ് എന്തിനാണ് എടുത്ത് വെച്ചെന്ന് വെച്ചാൽ, നമ്മളവിടെ വിമ്മ് വാങ്ങിക്കഴിഞ്ഞാൽ വിമ്മ് ഇട്ട് വയ്ക്കാൻ എനിക്കൊരു പാത്രം വേണമല്ലോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും നമുക്ക് ആദ്യമൊക്കെ അവിടെ കിട്ടാതെ ആവുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പുതിയൊരു പാത്രം വാങ്ങേണ്ട വെച്ചിട്ട് ഇവിടുന്ന് ഈ എടുത്ത് വാങ്ങിയൊരു കറി ബോക്സ് അമ്മയോട് പറഞ്ഞു അമ്മ എടുത്ത് വയ്ക്കാമെന്ന്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ബാഗാണ്. അത് ഞാൻ ആമസോൺ അല്ല, മീഷോ എന്നാണ് വാങ്ങിയത്. പിന്നെ എൻ്റെ മേക്കപ്പ് പൗച്ച് അതിൽ സ്ഥലമില്ലായിട്ട് ഞാൻ ഇതിൻ്റെ അകത്താണ് വെച്ചത്. മറ്റേ ഈ ട്രോളി തന്നെ മറ്റേ സൈഡിലായിരുന്നു ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചു. അത് ഈ വലിയ ട്രോളിക്കായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ വെയിറ്റ്. കാരണം ഈ പാക്കിംഗ് ക്യൂബ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം കുറേ ഡ്രസ്സ്, ആക്ച്വലി നിങ്ങൾക്ക് കാണുമ്പോൾ 4 പാക്കിംഗ് ക്യൂബുള്ളൂ, പക്ഷേ അതിൽ ഒത്തിരി ഡ്രസ്സ് കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 1-2 ബാഗ് ഉണ്ടായിരുന്നു ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് ഈ ട്രോളി അടച്ചപ്പം ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഈ ചെറിയ ട്രോളിക്ക് കമ്പാരിറ്റീവ്ലി അത്ര വെയിറ്റ് കുറവാണെന്ന് വേണം പറയാൻ. അങ്ങനെ ഈ 2 ട്രോളി കൂടാതെ ഞാനൊരു ചെറിയ ബാക്ക് പാക്ക് കൂടി എടുക്കുന്നുണ്ട്. ബാക്ക് പാക്ക് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓഫീസ് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും കളഞ്ഞു പോകുന്നത്. അപ്പം സൈഡ് ബാഗിനേക്കാൾ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബാക്ക് പാക്കാണ്. അപ്പം അത് നമുക്ക് ഫ്രണ്ടിലിട്ടിട്ട് നടക്കാമല്ലോ. ഇതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പഴയ ബാക്ക് പാക്ക് എടുത്തു, അതിലാണ് ആ സാധനങ്ങളൊക്കെ വെച്ചത്. അപ്പം ഇത്രയും സാധനങ്ങളായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. പിന്നെ ഞാൻ ചെറിയ കുറച്ച് 2 പഴങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ റൂം അങ്ങനെ ഓൾമോസ്റ്റ് കാലിയായി കഴിഞ്ഞു. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പുലർച്ചയ്ക്ക് എന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തത്. കാരണം പുലർച്ചയായിരുന്നു ട്രെയിന്. വേറെ ട്രെയിൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ മോർണിംഗ് യാത്ര. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡേ ടൈമിൽ പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. നൈറ്റിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ട്രിവാൻഡ്രത്തേക്ക് ഒത്തിരി യാത്രയുണ്ട്. നമ്മൾ രാത്രി പോവുകയാണെങ്കിൽ ആ കിടന്നുറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിക്കഴിയും. പക്ഷേ നമ്മളൊരു ഡേ ടൈമിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി ടൈം പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഏറ്റവും സങ്കടം ഉണ്ടായ കാര്യം എന്താ വെച്ചാൽ, ഓൾറെഡി ഒത്തിരി ടൈം പോയിട്ട് നമ്മൾ ഡേ ടൈമാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ആയതുകൊണ്ട് ഇത് നല്ല ഡിലേ ഉണ്ടായിരുന്നു.
ഉച്ചയാകുമ്പോഴേക്ക് എത്തേണ്ട ഞാൻ എത്തുന്നത് ഓൾമോസ്റ്റ് വൈകുന്നേരം ആവാനാകുമ്പോഴേക്കായിരുന്നു. അപ്പോഴേക്കും എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. ഞാനാണെങ്കിലില്ലേ ട്രെയിനിൽ നിന്ന് ബാത്റൂം പോകാൻ ഒട്ടും പ്രിഫർ ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം, ശരിയായൊരു രീതിയല്ല അത് ആക്ച്വലി, ഞാൻ ട്രെയിനിൽ നിന്ന് വെള്ളം കുടിക്കാതെ നോക്കും. അതാകുമ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം ബാത്റൂമിൻ്റെ ക്ലീനിനെസ്. രണ്ടാമത്തെ മെയിൻ കാര്യം എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകുമ്പം ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകുമോ, അങ്ങനത്തെ പേടിയാണ്. അതാണ് മെയിൻ കാര്യം. പക്ഷേ ഞാൻ അത്യാവശ്യം ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യ ഘട്ടങ്ങളിൽ. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ വൈകുന്നേരം വരെ സമയം ഒപ്പിച്ചു. കുറച്ച് നേരം ബുക്ക് വായിച്ചു, പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തി. പക്ഷേ എൻ്റെ ആ ഒരു ഡേ കംപ്ലീറ്റ് പോയിട്ടോ. ഈ ട്രെയിൻസ് ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇതാ, ഭയങ്കര ഡിലേ ചില സമയങ്ങളിൽ വരും, എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഊബർ ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ കൊച്ചുവേലി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇതുവരെ കൊച്ചുവേലി പറഞ്ഞ സ്റ്റേഷനിൽ വന്നിട്ടില്ല ഇതുവരെ. എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്ത കാര്യം ഊബർ ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വേഗം റൂമിലെത്തിയാൽ മതിയായിരുന്നു. ഊബർ കയറി അപ്പോൾ തന്നെ ഞാൻ വേഗം ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു പിസ്സ ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ടേസ്റ്റ് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നത് പിസ്സ ആയിരുന്നു. കാരണം കോളേജ് കാലം തൊട്ടിട്ട് ഡോമിനോസിൻ്റെ പിസ്സ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. കാരണം അന്നൊന്നും നമ്മുടെ കയ്യിൽ അധികം പൈസ കിട്ടുന്നൊരു കാലമല്ല. അപ്പം ചെറിയ പൈസയ്ക്കുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അന്ന് തൊട്ടേ ഒരു 110 റുപ്പീസിൻ്റെ പെപ്പർ ബാർബിക്യൂ ചിക്കൻ പിസ്സ ഭയങ്കര ഒരു ഫേവററ്റായിരുന്നു. കാരണം വിശപ്പും മാറും, ആ ഒരു ഫുൾ പിസ്സ തിന്നുമ്പോഴേക്കും അഫോർഡബിളുമാണ്. അപ്പം ഞാൻ വേഗം തന്നെ കാറിലിരുന്നിട്ട് അത് ഓർഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ റൂമിലെത്തി ലഗേജൊക്കെ വെച്ച് വാഷ്റൂമിൽ പോയി പുറത്തിറങ്ങുമ്പോഴേക്കും പിസ്സ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയിട്ട് അത് ഓർഡർ ചെയ്തത് വാങ്ങി വന്നു. പിന്നെ കൊറിയറും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പം റൂമിലെത്തി ഫസ്റ്റ് തന്നെ വേഗം പോയിട്ട് ഞാൻ കൊറിയറൊന്നും നോക്കാൻ നിന്നില്ല, വേഗം പോയിട്ട് പിസ്സ കഴിച്ചു. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.